ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഡൗട്ടല്ല എല്ലാ പിള്ളേർക്കും സംശയമാണ്. അപ്പോൾ എന്നുവെച്ചാൽ ഡിഗ്രി കഴിഞ്ഞു അല്ലെങ്കിൽ PG ഇനി നെക്സ്റ്റ് PG ചെയ്യാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോഴ്സ് നോക്കിയാലോ അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എല്ലാവർക്കും ഓപ്ഷൻ എന്ന് വെച്ചാൽ സൈഡ് ഓപ്ഷൻ പോലെ നോക്കുന്നുണ്ട്. അപ്പം മാമിനൊരു എക്സ്പീരിയൻസ് സൈഡ് ഓപ്ഷൻ ആയിട്ടാണോ ഫുൾ ഓപ്ഷൻ ആയിട്ടാണോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏറ്റവും നല്ലത്? കാരണം പല ആൾക്കാരും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇപ്പോഴത്തെ പിള്ളേരൊക്കെ മറ്റേ ഡിഗ്രി കഴിഞ്ഞതിന് ഒരു 2 മന്ത് വെറുതെ ഇരുന്നാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാം, സൈഡായിട്ട് പഠിക്കുക എന്നുള്ള രീതിയിൽ കുറേ പിള്ളേർ പഠിക്കുന്നുണ്ട്. സോ അവർക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഹാഫ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് പഠിക്കുന്നതാണോ അതല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നന്നായിട്ട് ഫുള്ളായിട്ട് നമ്മൾ പഠിക്കുന്നതാണോ ഏറ്റവും ബെറ്റർ? ഇത് രണ്ടും നല്ലതാണെന്നേ ഞാൻ പറയുള്ളൂ. കാരണം നമ്മൾക്കിപ്പോൾ ഒരു പെർമനന്റ് ഇൻകം ഉള്ള ഒരാൾക്ക് ഒരു പാസീവ് ഇൻകം കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നല്ലൊരു ഓപ്ഷനാണ്. കാരണം ഒരുപാട് ഫ്രീലാൻസിങ് ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഉണ്ട്. അത് ഇപ്പോൾ എന്താ പറയുക, ഫ്രീലാൻസിങ് സൈറ്റുകൾ നോക്കുവാണെങ്കിൽ അത് കൂടുതലും എനിക്ക് തോന്നുന്നു ഡോളറിലാണ് അത് കൺവേർഷൻ വരുന്നത് തന്നെ. കുറച്ച് സൈറ്റുകൾ നമുക്കറിയാം, ഫിവർ പോലത്തുള്ള സൈറ്റുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ലാപ്ടോപ്പ് ഒരു ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഉണ്ടെങ്കിൽ ലോകത്തിൻ്റെ ഏത് മൂലയിൽ ഇരുന്ന് വേണമെങ്കിലും ഈ ജോബ് ചെയ്യാം. ശരിയല്ലേ? ആ ഒരു അഡ്വാൻറ്റേജ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്കൊരുപാട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇപ്പോൾ ഇതിൽ. ഇപ്പോൾ ഫ്രീലാൻസിങ് ആയിട്ട് വർക്ക് ചെയ്യുന്നു, ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട് സർക്കിളിൻ്റെ അടുത്ത് നോക്കുവാണെങ്കിലും അവർ വേറൊരു സെക്ടറിൽ വർക്ക് ചെയ്യുന്നവരും ഈ ഒരു പാസീവ് ഇൻകം നോക്കിയിട്ട് ഈ കോണ്ടന്റ് ഐഡിയാസ് കൊടുക്കുന്ന അല്ലെങ്കിൽ കോണ്ടന്റ് ക്രിയേറ്റേഴ്സൊക്കെ നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ തന്നെ ഉണ്ട്. ഒത്തിരി പേര് ഇതിൻ്റെ ഫ്രീലാൻസിങ് ഓപ്ഷൻസ് ചൂസ് ചെയ്യുന്നവരുണ്ട്.